മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 41ാമത് രക്തസാക്ഷിത്വ ദിനമായിരുന്നു കഴിഞ്ഞ ദിവസം. ഇന്ദിരാഗാന്ധി എന്ന പേര് തന്നെ ഓർക്കുന്നതും കേൾക്കുന്നതും ബി.ജെ.പിയെയും മോദിയെയും സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക പടർത്തുന്ന കാര്യമാണ്. ഒന്നുമില്ലാതിരുന്ന ഒരു രാജ്യത്തെ ലോകത്തിന് മുന്നിൽ ശക്തിയാക്കി മാറ്റിയ ഇന്ദിരയുടെയും നെഹ്റുവിന്റെയും രാജീവിന്റെയും ഒക്കെ കാരുണ്യം കൊണ്ട് ഇന്ന് വലിയ പണിയില്ലാതെ ഭരിച്ചു നടക്കുന്ന നരേന്ദ്രമോദിക്ക് പഴയത് കേൾക്കുമ്പോൾ കലിയിലാകുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെയാണ് ലോകം ആരാധിക്കുന്ന ഒരു വനിതാ പ്രധാനമന്ത്രിയെ മറക്കാൻ വേണ്ടി സർദാർ വല്ലഭായി പട്ടേലിന്റെ ആഘോഷം നടത്തി ബി.ജെ.പിക്കാർ സായുജ്യമടയുന്നത്. എന്നാൽ പട്ടേലും പണ്ടത്തെ കോൺഗ്രസ് അധ്യക്ഷനും കോൺഗ്രസ് മന്ത്രിയുമാണെന്ന സത്യം ഈ വിട്ടികൾ മറന്നു പോകുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതെന്തുമാകട്ടെ, ഏതായാലും ഇന്നലെ ഒരു താരതമ്യം നടന്നു. 40 കൊല്ലം മുൻപ് രാജ്യം ഭരിച്ച ഇന്ദിരയും ഇന്ന് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകുമ്പോൾ രാജ്യം ഭരിക്കുന്ന മോദിയും തമ്മിലായിരുന്നു ആ താരതമ്യം. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വലിയ ജനസഞ്ചയം നടക്കുന്ന ബീഹാറിൽ വെച്ച് രാഹുൽ ഗാന്ധിയാണ് സത്യസന്ധമായ ഒരു താരതമ്യം നടത്തിയത്. അതായത് നരേന്ദ്രമോദി ഭീരുവാണെന്നും അദ്ദേഹത്തെക്കാൾ ധൈര്യം വനിതയായ ഇന്ദിരാഗാന്ധിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. ഇന്ദിരാഗാന്ധി ഒരിക്കലും അമേരിക്കയ്ക്ക് മുന്നിൽ മുട്ടുമടക്കിയിട്ടില്ല. എന്നാൽ മോദി ട്രംപിനെ ഭയന്ന് US സന്ദർശനം പോലും ഒഴിവാക്കി. മനുഷ്യനായാൽ ധൈര്യം വേണമെന്നിരിക്കെ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ട് പോലും ധൈര്യമില്ലാത്ത ആളായി പോയി മോദി. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ അതിന് ധൈര്യം വേണം. അമേരിക്കൻ പ്രസിഡന്റ് നിരവധി തവണ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അപമാനിച്ചു. നരേന്ദ്രമോദിയോട് താൻ വിളിച്ച് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിക്കാൻ പറഞ്ഞു എന്നും 2 ദിവസത്തിനകം ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചു എന്നുമാണ് ട്രംപ് പറഞ്ഞത്. എന്നാൽ അത് നിന്ന് കേട്ടതല്ലാതെ അമേരിക്കൻ പ്രസിഡന്റ് കള്ളമാണ് പറയുന്നത് എന്ന് ഒരു തവണ പറയാനുള്ള ധൈര്യം പോലും പ്രധാനമന്ത്രിക്ക് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം നിശബ്ദനായിരിക്കുകയായിരുന്നു. മോദി അമേരിക്കയിലേക്ക് പോകേണ്ടതായിരുന്നു. അതുപോലെ തന്നെ ട്രംപുമായി കൂടിക്കാഴ്ചയും നടത്തേണ്ടതായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് പേടിയാണ്. അമേരിക്കയിലേക്ക് പോകാൻ പോലും അദ്ദേഹം തയ്യാറാകുന്നില്ല. എന്നിട്ട് ഇവിടെ നിന്ന് നാട്ടുകാരെയും ന്യൂനപക്ഷങ്ങളെയും ഒക്കെ വെല്ലുവിളിക്കുകയാണ്. എന്നാൽ ഇന്ദിരാഗാന്ധി ചെയ്തത് നോക്കിയാൽ മോദി 100 അയലത്തെത്തില്ല. അതായത് വലിയ കണ്ടുപിടുത്തങ്ങളൊന്നുമില്ലാത്ത സമയത്ത് 1971 പാകിസ്ഥാനുമായി യുദ്ധം നടക്കുന്ന സമയത്ത് അമേരിക്ക ഇന്ത്യയെ ഭീഷണിപ്പെടുത്താനായി അവരുടെ നാവികസേനയെ അയച്ചു. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി അവരോട് പറഞ്ഞത്, നിങ്ങളുടെ നാവികസേനയെ ഞങ്ങൾ ഭയപ്പെടുന്നില്ല, തന്റെ അവകാശപ്പെട്ട ഇടങ്ങളിലേക്ക് കപ്പൽ പട വന്നാൽ വന്നതുപോലെ പോകില്ല എന്നായിരുന്നു. നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്തോളൂ, ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഞങ്ങളും ചെയ്യും. ഈ പുരുഷനേക്കാൾ ധൈര്യം ആ വനിതക്കുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന ദിവസങ്ങൾ കൂടിയായിരുന്നു കഴിഞ്ഞത്. എത്ര മറച്ചു പിടിക്കാൻ നോക്കിയാലും ഇന്ദിരയെ ജയിക്കാൻ കഴിയാത്ത മോദിയെ തന്നെയാണ് നമ്മൾ വീണ്ടും കണ്ടത്.